നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരോടും നമ്മുടെ ജനപ്രതിനിധികളോടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അന്യ സംസ്ഥാനത്ത് ചെന്നിട്ട് നമുക്കറിയാത്തൊരു ഭാഷയുമായിട്ട് വരുന്ന ഒരു ഭാഷയിലൊരു ചോദ്യവുമായിട്ട് വരുന്ന, അതല്ലെങ്കിൽ നമുക്ക് വശമില്ലാത്തൊരു ഭാഷയിലെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ മൈക്കിന് മുന്നിൽ നമുക്കറിയാത്തൊരു ഭാഷയിൽ സംസാരിച്ച് ഒരിക്കലും സ്വയം പരിഹാസ്യനാവാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യം, ഞാൻ എൻ്റെ മാതൃഭാഷയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ്. ഇത് പറയാനുണ്ടായ കാരണം ഒരുപക്ഷെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ റഹീം MP-യുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കുറച്ച് സംഭവ വികാസങ്ങളാണ് ഇതിൻ്റെ കാരണം. റഹീം ഇതിൽ പരിഹാസ്യനാവുന്നത് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല. അത് അങ്ങനെ പരിഹസിക്കുന്നവരുണ്ടാവും, പക്ഷേ ഇംഗ്ലീഷ് കേവലം ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഒരു ഉപാധി മാത്രമാണ് എന്നുള്ളത് മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ. ഒരു ഭാഷ എന്നുള്ളതിൻ്റെ അപ്പുറം എന്തെങ്കിലും ഒരു സംഭവമാക്കി നമ്മൾ ഇംഗ്ലീഷിനെ കാണുമെന്ന് പറയുന്നില്ല. റഹീമിൻ്റെ കാര്യത്തിൽ 2 കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്ന്, റഹീമിന് അത് വശമില്ല, ആ ഭാഷ വശമില്ല എന്നിരിക്കെ അയാൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അയാൾക്ക് അത് വെച്ച് കൺവേ ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ പിന്നെ എന്തിനാണ് അത്തരം മറ്റൊരു ഭാഷയിൽ ആ കാര്യത്തിന് വേണ്ടി ശ്രമിച്ച് സ്വയം പരിഹാസ്യനാവുന്നത് എന്നുള്ള ചോദ്യമാണ്. രണ്ടാമത്തെ കാര്യം റഹീമിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, റഹീമിൻ്റെ വിക്കിപീഡിയ പ്രൊഫൈൽ പ്രകാരം അദ്ദേഹത്തിന് ഒരു ബിരുദമുണ്ട്, ബിരുദാനന്തര ബിരുദമുണ്ട്, ഒരു റിസർച്ച് പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യവും അതിന് പുറമെ LLB-യും ഉണ്ട്. ഇത്രയധികം ക്വാളിഫിക്കേഷൻസ് ഉള്ള റഹീമിനെ പോലെ ഒരു രാജ്യസഭാ MP-ക്ക് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു 2 വാക്ക് കൂട്ടി അല്ലെങ്കിൽ 2 വാക്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റാത്തത്രയും ഒരു നിലവാരം കുറഞ്ഞു പോയത് എന്നുള്ള ചോദ്യത്തിൻ്റെ പുറത്താണ് ഈ പരിഹാസം ഉണ്ടാകുന്നത്. ഇതിപ്പോൾ നോർമലി നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ലോക്കൽ നേതാവോ അതല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ കേരളത്തിൽ വെറും 4ാം ക്ലാസ്സും കുസ്തിയും മാത്രം വെച്ചിട്ടും നേതാക്കന്മാരായി. കാരണം ജനങ്ങളാണല്ലോ ജനാധിപത്യത്തിൽ ഫൈനൽ ഇത് കൊടുക്കുന്നത്, വേർഡിക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നേതാവായിട്ടുള്ളൊരു വ്യക്തി മുറി ഇംഗ്ലീഷ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഈ ഉന്നത വിദ്യാഭ്യാസം നേടി ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകളുണ്ടെന്ന് പറയപ്പെടുന്ന റഹീമിനെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിൽ ശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും പരിഹസിക്കപ്പെടും. അത് കേവലം രാഷ്ട്രീയ എതിരാളികളിൽ നിന്നും മാത്രമല്ല പരിഹാസം. രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് പരിഹാസം ഉണ്ടാകുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. കാരണം ഇത് നേരെ ഇവർക്ക് രാഷ്ട്രീയ എതിരാളികൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള അബദ്ധം പിണയുന്ന സമയത്ത് ഈ പറയുന്ന റഹീമിനെ അനുയായികൾ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്നുള്ളവർ ഒരു വിമർശന ശരവുമായിട്ടും പരിഹാസവുമായിട്ട് വരുന്നത് കൊണ്ടാണ് നേരെ തിരിച്ചും കിട്ടുന്നത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഗതി വരുന്നത്. ഇവിടെ സംഭവിക്കുന്നത് റഹീമിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒട്ടും വശമില്ലാത്ത, അതല്ലെങ്കിൽ അദ്ദേഹം എന്തിനാണോ അവിടെ പോയത് അത് കൺവേ ചെയ്യാൻ അദ്ദേഹത്തിനോട് സാധിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിക്കുക, അത് പരാജയപ്പെടുക. അത് പരാജയപ്പെട്ടതിന് ശേഷം ഒരു ഫേക്കായിട്ടൊരു ആക്സെൻറ്റിൽ സംസാരിക്കാൻ ശ്രമിക്കുക. ഇംഗ്ലീഷേ അറിയില്ല എന്നുള്ളത് പോകാം, പക്ഷേ ഇംഗ്ലീഷിലൊരു ഫേക്ക് ആക്സെൻറ്റും കൂടെ കൊടുത്ത് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പരിഹസിക്കപ്പെടും. അത് പിന്നെ നമ്മളിനി എന്തൊക്കെ BGM കയറ്റിയിട്ട് ഞാൻ ഇന്ന പർപ്പസിന് പോയതാണ്, ആ പർപ്പസ് നടന്നു, അതല്ലെങ്കിൽ അവിടെ അനധികൃതമായി കുടിയൊഴിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയും എൻ്റെ സന്ദർശനത്തിലൂടെ നടത്തുന്നതൊക്കെ നമ്മളിങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷ്വൽസ് കൊടുത്തിട്ട് ഒരു സാഡ് BGM അല്ലെങ്കിൽ കിരീടം സിനിമയിലെ BGM ഒക്കെ കയറ്റിയത് കൊണ്ടൊന്നും തന്നെയും ആ പരിഹാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല. ആക്ച്വലി ഇംഗ്ലീഷ് സംസാരിച്ചതിലൂടെ റഹീം ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് പോയത് എന്നുള്ള കാര്യം കേരളത്തിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നതിന് പകരം ഈ പറയുന്ന ഇത്രയും വിദ്യാഭ്യാസ യോഗ്യതകളുള്ള ഇയാൾ എന്ത് തേങ്ങയാണ് പറയുന്നത് എന്നുള്ള ചോദ്യമാണ്. പിന്നെ ഇതൊരു നാണക്കേടിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മലയാളികൾ കുറച്ചും കൂടി ഒരു പ്രൗഡായിട്ട് കാണുന്ന കാര്യമാണ് വിദ്യാഭ്യാസം, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിലുള്ള നമ്മുടെ നേട്ടങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ. മൊത്തത്തിലൊരു ഇൻഫ്രാസ്ട്രക്ചറിൽ പോലും നമ്മൾ അഭിമാനം കൊള്ളുന്നവരാണ് മലയാളികൾ. ആ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ഡിഗ്രികൾ സ്വന്തം വാലിൽ കെട്ടി നടക്കുന്ന റഹീമിനെ പോലെ ഒരാൾ 2 വാക്കുകൾ അല്ലെങ്കിൽ 2 വാക്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടൊരു മുഴുനീള സെൻറ്റൻസ് പറയാൻ പറ്റാത്തത്ര തരത്തിൽ അത്രയും ഒരു യോഗ്യത ഇല്ലാത്തവനായിട്ട് ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെല്ലുക എന്ന് പറയുന്നത് കുറച്ച് പരിഹാസ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു മാധ്യമ പ്രവർത്തകനും ഇപ്പോൾ നാഷണൽ മീഡിയയിലാവട്ടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രം പറയുന്ന ഏതെങ്കിലും ഒരു ചാനലാണ് ഇൻ്റർവ്യൂവിന് വരുന്നതെന്ന് വിചാരിച്ചു. ഇപ്പോൾ റഹീമിൻ്റെ കാര്യം എടുത്താൽ TV9 അങ്ങനെ പറയുന്ന കന്നഡ എന്ന് പറയുന്ന ഒരു ചാനലാണ്. അത് കന്നഡയിൽ പ്യൂറായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ ഏഷ്യാനെറ്റ് ന്യൂസ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ന്യൂസ് ചാനലാണ് കന്നഡയിൽ. അപ്പോൾ അവർ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് അയാൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടായിരിക്കാം ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുള്ളത്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ മറുപടി കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, മലയാളത്തിൽ കൊടുക്കാം. നമ്മുടെ റെസ്പോൺസ് റെലവൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരത് പറയുന്ന സബ് ടൈറ്റിൽ ഇട്ടിട്ടോ അതല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ വേറൊരാൾ വിവർത്തനം ചെയ്തിട്ടോ ഒക്കെ തന്നെയും അവരത് ടെലികാസ്റ്റ് ചെയ്യും.
ഇന്നേ വരെ ഒരു മാധ്യമ പ്രവർത്തകനും ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനോടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോടോ നിങ്ങൾ ഇംഗ്ലീഷിലല്ല റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ എൻ്റെ മൈക്കിൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് മൈക്ക് പിൻവലിച്ച ചരിത്രമില്ല. ഇനി ഈ പറയുന്ന ബൈറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ലേ എന്ന് ചോദിച്ച് കളിയാക്കിയതായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ പരിഹസിച്ചതായിട്ടോ ഒരു ചരിത്രമില്ല. അപ്പോൾ നമ്മുടെ റെസ്പോൺസ് റെലവൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അത് ഏത് ഭാഷയിലാണെന്നുണ്ടെങ്കിലും കൺവേ ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ റഹീമിനെ സംബന്ധിച്ചിടത്തോളം റഹീമിന് ഇംഗ്ലീഷ് ഗ്രാമർ വശമില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ഈസും വാസും ഒക്കെ ചേർക്കേണ്ടത് എവിടെയാണ് എന്നുള്ളതിലാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമല്ല. കാരണം കേൾക്കുന്ന ആളെ സംബന്ധിച്ച് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായാൽ മാത്രം മതി. ഇതൊരു വാക്കിലെ വാക്യങ്ങൾ പോലും അതൊരു ഒരു വേർഡുകൾ പോലും എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ധാരണയില്ലാതെയാണ് റഹീം ആ വീഡിയോയിൽ സംസാരിച്ചത്. ഒരുപക്ഷെ നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും. പുറകിൽ നിന്ന് ആരോ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ പുറത്താണ് എന്താണ് റഹീം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഈ പറയുന്ന ചോദ്യം ചോദിക്കാൻ വന്ന മാധ്യമ പ്രവർത്തകന് മനസ്സിലായത്. അപ്പോൾ വെറുതെ ആളുകളെ നാണം കെടുത്തുന്ന ഇത്തരത്തിലുള്ള ഏർപ്പാടുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ റഹീം തൻ്റെ ജോലിയുടെ ഭാഗമായി ചെയ്യുന്നു, ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ. ആ കുറഞ്ഞ സമയത്തെങ്കിലും വെറുതെ മലയാളികളെ ഇത്തരം വിഷയങ്ങളിൽ നാണം കെടുത്തേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് കർണാടകയിലോ തമിഴ്നാട്ടിലോ ഒന്നും പോയിട്ട് നമുക്ക് മലയാളം സംസാരിച്ചു എന്ന് വെച്ചിട്ട് ഒരു കുറവും വരാനില്ല. കാരണം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ് പ്രധാനമായിട്ടും ഭാഷയ്ക്ക് ഭയങ്കരമായിട്ടൊരു ഇമ്പോർട്ടൻസ് കൊടുത്തത്. മീൻസ് പ്രാദേശിക ഭാഷയ്ക്ക് അല്ലെങ്കിൽ അവരുടെ മാതൃഭാഷയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ മലയാളത്തിലാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അവർക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് തോന്നും എന്നുള്ളതല്ലാതെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭാഷ അഡോപ്റ്റ് ചെയ്ത് സംസാരിച്ചത് കൊണ്ടോ അവർക്ക് പ്രത്യേകിച്ച് സന്തോഷം തോന്നാൻ പോകുന്നില്ല. സോ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനം പ്രയോഗത്തിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്തായിരുന്നോ നമ്മുടെ യഥാർത്ഥ ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ അവിടെ ചെന്നത് എന്നുള്ള കാര്യം ആളുകൾ വിസ്മൃതിയിലേക്ക് വിട്ടുകളയും. മറിച്ച് ഇത്തരത്തിലുള്ള കളിയാക്കലുകളും പരിഹാസങ്ങളും മാത്രമാണ് നിറഞ്ഞു നിൽക്കുക. അപ്പോൾ റഹീം എന്തിനവിടെ പോയി എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഈ കളിയാക്കുന്ന പലർക്കും അതറിയില്ല, അല്ലെങ്കിൽ ഈ കളിയാക്കൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാരെ സംബന്ധിച്ചും റഹീം അവിടെ പോയതറിയില്ല. ആകെ അറിയുന്നത് റഹീം അവിടെ പോയിട്ട് ഒരു മുറി ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മുറിക്കും താഴെ എന്തെങ്കിലും ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ആ ഇംഗ്ലീഷിൽ എന്തോ ഒരു കാര്യം പറയാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു എന്നുള്ള കാര്യം മാത്രമായിരിക്കും. അപ്പോൾ നമ്മുടെ ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഏറ്റവും അവസാനം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഹീം ടാർഗറ്റ് ചെയ്യുന്നത് കർണാടകത്തിലുള്ളവരല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാളികളെയാണ് റഹീം ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. റഹീം അവിടെ പോയി പറയുന്ന പ്രതികരണം കേൾക്കേണ്ടത് മലയാളികളാണ് എന്നുള്ളത് അന്നം കഴിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഡെഫിനറ്റ്ലി റഹീമിന് എന്തായാലും മലയാളം ചൂസ് ചെയ്യാൻ വരും. അല്ലാതെ ഒരു ദേശീയ നേതാവാകാൻ വേണ്ടിയിട്ട് കർണാടകയിലേക്ക് വണ്ടി പിടിച്ചു പോയ ആളല്ല റഹീം. അത്രയേ ഉള്ളൂ.